കട്ടപ്പനയിലെ നിക്ഷേപകന്റെ മരണത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. CPM മുൻ ഏരിയ സെക്രട്ടറി VR സജിയുടെയും ബാങ്ക് ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തും. അന്വേഷണം ശരിയായി നടത്തിയില്ലായെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്ന് മരിച്ച സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് കട്ടപ്പന ASPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ചതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഭീഷണിപ്പെടുത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഒരു 2 CAമാർ ഉൾപ്പെടുന്ന 9 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ആസ്പെക്ട്സും പരിശോധിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് നടക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പരാതികളും വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും. കട്ടപ്പന തങ്കമണി CIമാരുടെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സാബുവിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും വീഴ്ചയുണ്ടായാൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെടുമെന്നും സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. 4 പേർക്കെതിരെ ചുമത്തേണ്ടതാണ്. അതുപോലെയാണ് ഞങ്ങളെ അന്ന് പീഡിപ്പിച്ചത്. പറഞ്ഞിട്ടുണ്ട്. സാബുവിന്റെ വീട്ടിൽ സന്ദർശനത്തിനായി എത്തിയ മന്ത്രി റോഷി അഗസ്റ്റിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. കുടുംബത്തിന് സർക്കാർ സഹായം ലഭ്യമാക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഉണ്ടായ വിഷയങ്ങളും അടിസ്ഥാന പ്രശ്നങ്ങളും എല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ അവർക്ക് പറയാനുള്ളതും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതായ കാര്യങ്ങളെല്ലാം ആ നിലയിൽ തന്നെ സത്യസന്ധമായി നീതിപൂർവ്വം നടത്തണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. PV അൻവർ MLAയും കട്ടപ്പനയിൽ സാബുവിന്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് കോൺഗ്രസ് BJP പാർട്ടികൾ സമരം ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ്. അമൃത ന്യൂസ്, ഇടുക്കി.